മോഹൻ സ്നേഹിക്കുന്ന പെണ്ണിനോട് ഇഷ്ടം പറയാൻ ആഗ്രഹിച്ചു. അവൾക്കും അവനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ ഓഫീസിൽ ബസ്സിൽ പോകുമ്പോൾ ആശാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. കൂർക്കം വലിക്കാനും തുടങ്ങി. ഈ കാരണം കൊണ്ട് അണ്ണനെ അവൾ റിജക്റ്റ് ചെയ്തു. ഓഫീസിലെല്ലാവരും അവനെ കളിയാക്കുന്നു. ഓഫീസ് ട്രിപ്പുകളിലൊന്നും അവൻ പോവാറില്ല. കാരണം ഈ കൂർക്കം വലി തന്നെ. മറ്റൊരിടത്ത് അനു പേയിങ് ഗസ്റ്റായി ഒറ്റയ്ക്ക് താമസിക്കുന്നു. അധികം സംസാരിക്കാത്ത ഒരു പെൺകുട്ടി. അപ്പൂപ്പനും അമ്മൂമ്മയും ഒരു നായക്കുട്ടിയും, അതാണ് അവളുടെ ലോകം. ഒരു ദിവസം മോഹന്റെ ചേച്ചിയുടെ ഭർത്താവ് ജോലിക്കായി അനു താമസിക്കുന്ന വീട്ടിൽ വരുമ്പോൾ അബദ്ധങ്ങളിലൂടെ മോഹനും അനുവും ആദ്യമായി കാണുന്നത്. ആ കണ്ടുമുട്ടൽ പതിയെ സൗഹൃദമായി, പിന്നീട് അടുപ്പമായി മാറുന്നു. നായക്കുട്ടിയുടെ അസുഖം, ഒരുമിച്ചുള്ള ഹോസ്പിറ്റൽ യാത്ര, ചെറിയ സംസാരങ്ങൾ, അറിയാതെ അവർ പ്രണയത്തിലാകുന്നു. മോഹൻ തൻ്റെ കൂർക്കംവലി മറച്ചു വെക്കുന്നില്ല. എന്നാലും അനു അവനെ സ്വീകരിക്കുന്നു. കുടുംബങ്ങളുടെ സമ്മതത്തോടെ അവർ വിവാഹിതരാകുന്നു. പക്ഷെ വിവാഹത്തിന് ശേഷം യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. രാത്രിയിൽ മോഹൻ സുഖമായി ഉറങ്ങുന്നു. പക്ഷെ അനു ഒരു രാത്രി പോലും ഉറങ്ങുന്നില്ല. സ്നേഹത്തിൻ്റെ പേരിൽ അവൾ ഒന്നും പറയുന്നുമില്ല. പക്ഷെ ശരീരം പതിയെ തളരുന്നു. ഒടുവിൽ അനു ബോധം കെട്ട് വീഴുന്നു. ഡോക്ടർമാർ പറയുന്ന സത്യം മോഹനെ ഞെട്ടിക്കുന്നു. അവൾ 2 ആഴ്ചയായി ഉറക്കമില്ല. അപ്പോഴാണ് മോഹന് മനസ്സിലാകുന്നത് തൻ്റെ കൂർക്കം വലി താൻ സ്നേഹിക്കുന്ന ആളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നത്. അവനെല്ലാം പരീക്ഷിക്കുന്നു. ഡയറ്റ്, എക്സസൈസ്, ചികിത്സ. പക്ഷെ കൂർക്കം വലി മാത്രം മാറുന്നില്ല. പ്രശ്നങ്ങൾ കൂടുന്നു. വഴക്കുകൾ അപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അനു താനാണ് എല്ലാത്തിനും കാരണമെന്ന് കരുതി മോഹനെ വിട്ടുപോകുന്നു. പക്ഷെ വേർപിരിഞ്ഞിട്ടും അനുവിന് ഉറക്കം കിട്ടുന്നില്ല. അവൾ ഉറങ്ങുന്നത് മോഹന്റെ കൂർക്കംവലി റെക്കോർഡിംഗ് കേട്ടാണ്. അപ്പോഴാണ് ഇവരും തിരിച്ചറിയുന്നത് പ്രശ്നം കൂർക്കംവലിയല്ല, പരസ്പരം മനസ്സിലാക്കാത്തതായിരുന്നു എന്ന്. അവസാനം അവർ വീണ്ടും ഒന്നിക്കുന്നു. മോഹൻ കൂർക്കംവലി മാറിയില്ല. പക്ഷെ അനു അതോടൊപ്പം ജീവിക്കാൻ പഠിച്ചു.